அநீதிக்கு எதிராக நீதி விஷயத்தில் தொடரும் சமூகத்திற்கு வழங்கிய இடஒதுக்கீட்டை ഇന്ത്യയിലെ ഏറ്റവും വലിയ ദളിത് പ്രസ്ഥാനങ്ങളുടെ ആദിവാസി സംഘടനയുടെയും കൂട്ടായ്മ അത് നാക്ഡോർ എന്ന നെറ്റ്വർക്കാണ്. 150-ലധികം ദളിത് ആദിവാസി സംഘടനകൾ ചേർന്ന് നിൽക്കുന്ന ലാർജസ്റ്റ് പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് എന്ന നിലയിൽ നാക്ഡോറിന്റെ അഖിലേന്ത്യാ ചെയർമാൻ അശോക് ഭാരതി ഡൽഹിയിൽ നിന്നും ഈ കോൺക്ലേവിൽ പങ്കെടുത്തു. അതേപോലെ കർണാടകയിൽ നിന്ന് പ്രമുഖ അംബേദ്കറൈറ്റും ആക്ടിവിസ്റ്റും ചിന്തകനും ആയ നാഷണൽ അലയൻസ് ഓഫ് ദളിത് ഓർഗനൈസേഷൻ അഥവാ നാഡോയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ പ്രഭാകർ രാജേന്ദ്രൻ പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം ഇന്ത്യയിലെ ദളിതർക്ക് ഒരുപക്ഷെ ആശ്രയിക്കാവുന്ന ഏറ്റവും ശക്തമായ ഒരു മീഡിയ എന്ന നിലയിൽ ദളിത് മീഡിയ നെറ്റ്വർക്ക് അതിനെ നിയന്ത്രിക്കുന്ന അതിനെ മാനേജ് ചെയ്യുന്ന അരുൺ ഖോട്ടെ എന്ന ഉത്തർപ്രദേശിലെ പ്രമുഖനായ പത്രപ്രവർത്തകൻ, ജസ്റ്റിസ് ന്യൂസ് എന്ന് പറയുന്ന മീഡിയയുടെ എഡിറ്റർ കൂടിയായ അദ്ദേഹം ലക്നൌവിൽ നിന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ള പ്രമുഖരായ അംബേദ്കറൈറ്റുകൾ, ആക്ടിവിസ്റ്റുകൾ, അക്കാദമിഷ്യന്മാർ അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ സുപ്രീം കോടതി വിധിയുടെ വ്യത്യസ്തങ്ങളായ വശങ്ങളെ സംബന്ധിച്ച വളരെ കൃത്യമായ ചില നിലപാടുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സുപ്രീം കോടതി വിധി അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്ന ഈ സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന അഥവാ ഉപവർഗീകരണം എന്ന് പറയുന്ന ഒരാശയം സംവരണം എന്ന സംവിധാനത്തിന്റെ അടിസ്ഥാനപരമായ സത്തയെ തന്നെ നിരാകരിക്കുന്നതും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സംവരണ തത്വങ്ങളുടെ ലംഘനവുമാണ് എന്ന് വളരെ വ്യക്തമായ വിശകലനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ബുദ്ധിജീവികളും നേതാക്കളും സമർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒന്ന്, ഈ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ ദളിതർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി സംവരണ വ്യവസ്ഥ ചെയ്യുമ്പോൾ ആ സംവരണത്തിന് ആസ്പദമായ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് രൂപം കൊടുക്കുമ്പോൾ പ്രധാനമായും ഭരണഘടന പരിഗണിച്ച മാനദണ്ഡം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് വിവേചനങ്ങൾ അനുഭവിച്ചവർ, അതുപോലെ അയിത്തം, വളരെ ക്രൂരമായ അയിത്തം അനുഭവിച്ച അതിൻ്റെ വിക്ടിംസ് ആയ ജനവിഭാഗങ്ങൾ, സാമൂഹ്യമായ ബഹിഷ്കരണത്തിലൂടെ നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഈ പട്ടികജാതി ലിസ്റ്റും അതേപോലെ പ്രത്യേക സവിശേഷമായ സാംസ്കാരിക സ്വത്വം കൊണ്ട് മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വിഭിന്നമായി നിലകൊള്ളുന്ന പ്രത്യേകപരമായ വംശീയ സ്വത്ത് രൂപങ്ങൾ എന്ന നിലയിലാണ് ആദിവാസികളുടെ ലിസ്റ്റ്, ട്രൈബൽ ലിസ്റ്റും തയ്യാറാക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ സാമ്പത്തികമായ മാനദണ്ഡങ്ങളുടെയോ അല്ലെങ്കിൽ സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന നിലയിലുള്ള ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ടല്ല പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ് ഇന്ത്യയിൽ തയ്യാറാക്കിയത്. 1931 ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ ആ ആക്ടിനോടനുബന്ധിച്ചുകൊണ്ടാണ് ആദ്യമായി ഇന്ത്യയിൽ ഈ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിന് രൂപം കൊടുക്കുന്നത്. ചരിത്രപരമായി നാം സംസാരിക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ ഉൾപ്പെടുത്തേണ്ട വിഭാഗങ്ങളെ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മാനദണ്ഡം അൺടച്ചബിലിറ്റി അനുഭവിച്ചവർ എന്നതായിരുന്നു. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളോളം, ഏതാണ്ട് 3000 വർഷക്കാലത്തോളം നിലനിന്ന ഹൈന്ദവ
സാമൂഹ്യ ഘടനയുടെ ഭാഗമായ വർണ്ണ ജാതി വ്യവസ്ഥയുടെ ഉപോൽപ്പന്നം എന്ന നിലയിലാണ് അൺടച്ചബിലിറ്റി എന്ന പ്രാക്ടീസ് നിലകൊണ്ടത്. സമൂഹത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വളരെ ദൂരം മാറ്റി നിർത്തപ്പെടുകയും സമ്പദ്ഘടനയിൽ നിന്ന്, സാമൂഹ്യമായ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന്, വിദ്യാഭ്യാസത്തിൽ നിന്ന്, മനുഷ്യാവകാശങ്ങളിൽ നിന്ന് എല്ലാം ഒരു സമൂഹം മാറ്റി നിർത്തപ്പെടുകയും അവർ വലിയ നിലയ്ക്കുള്ള അപമാനവീകരണത്തിൽ ഡീഹ്യൂമനൈസേഷൻ വിധേയമാവുകയും ചെയ്ത ഒരു പ്രോസസ്സാണ്, ഒരു വ്യവസ്ഥയാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നിലയിൽ അടിച്ചമർത്തപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഈ ജനതയുടെ സാംസ്കാരികമായ പ്രത്യേകതകളെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഈ SC ലിസ്റ്റിലേക്ക്, ST ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്നത്. അതിന്റെ മാനദണ്ഡമായി നമുക്കറിയാം, ഇന്ത്യയിൽ നടന്നു വന്നിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ, കൊളോണിയൽ ഇന്ത്യയിലെ തുടർച്ചയായി നടന്ന സെൻസസ് കമ്മീഷനുകളുടെ പഠനങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സവിശേഷമായ തദ്ദേശീയ ജനത, സ്വന്തമായ ചരിത്രമുണ്ടായിരുന്ന, സ്വന്തമായ സംസ്കാരം ഉണ്ടായിരുന്ന, വ്യക്തിത്വം ഉണ്ടായിരുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങൾ എന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ ബ്രാഹ്മണി സാമൂഹ്യ ഘടനയിൽ നിന്ന് വിഭിന്നമായ ചില പ്രത്യേകതകളെ കൃത്യമായി സെൻസസ് കമ്മീഷനുകൾ ആധാരമാക്കുന്നുണ്ട്. ബ്രാഹ്മണ പൗരോഹിത്യം നിഷേധിച്ചവർ, അതിനെ അംഗീകരിക്കാത്തവർ, ബ്രാഹ്മണികമായ മൂല്യവ്യവസ്ഥയെയും അവരുടെ ആരാധനാ രീതിയെയും ബ്രാഹ്മണിക്കായിട്ടുള്ള ദൈവശാസ്ത്രത്തെയും നിരാകരിച്ചുകൊണ്ട് സവിശേഷമായ സാംസ്കാരിക സ്വത്വം പുലർത്തിയവർ എന്ന നിലയിലുള്ള ഘടകങ്ങൾ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സ്വാഭാവികമായും അതിനാസ്പദമാക്കിയ സെൻസസ് കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ ഉണ്ടായി നമുക്കറിയാം. അതുകൊണ്ട് നരവംശാസ്ത്രപരമായ സാംസ്കാരികമായ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലും സാമൂഹ്യ ഘടനയുടെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പട്ടികജാതിക്കാരുടെ ലിസ്റ്റും പട്ടികവർഗക്കാരുടെ ലിസ്റ്റും തയ്യാറാക്കിയത് എന്നതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിനെ ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണകൂടങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മോഡിഫൈ ചെയ്യുവാനോ അട്ടിമറിക്കുവാനോ അതിനെ ഏതെങ്കിലും തരത്തിൽ മാറ്റിമറിക്കാനോ സാധ്യമല്ലാത്ത തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 341-ലും 342-ലും അത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതുപ്രകാരം പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരുത്തലുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്കും അത് വിധേയമാക്കാൻ പാർലമെന്റിനല്ലാതെ മറ്റ് ഒരു ഏജൻസിക്കും ഇന്ത്യയിൽ അധികാരമില്ല. അതുകൊണ്ട് ഭരണഘടനാപരമായി ഈ ലിസ്റ്റിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ഇന്ത്യയുടെ പാർലമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. മാത്രമല്ല, പാർലമെന്റ് ഈ ലിസ്റ്റിന്മേൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അതുകൊണ്ട് പട്ടികജാതി ലിസ്റ്റിന്റെ സംരക്ഷണം ഇന്ത്യൻ ഭരണഘടന ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്ന് പാർലമെന്റിനെയും രണ്ടാമത് ഇന്ത്യൻ പ്രസിഡന്റിനെയുമാണ്. എന്നാൽ ഓഗസ്റ്റ് 1-ാം തീയതി വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള BR ഗവായി അടക്കമുള്ള ഈ 7-അംഗ സുപ്രീം കോടതി ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ അവർ പറയുന്ന ഒരു കാര്യം, പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിന്മേൽ വേണ്ട തീരുമാനമെടുക്കാനും അതിനെ മോഡിഫൈ ചെയ്യാനും സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം ഉണ്ട് എന്നാണ്. അങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ട് ഈ അതിപിന്നോക്ക വിഭാഗങ്ങളായി പട്ടികജാതിക്കാർക്കിടയിലും പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലും സംവരണത്തിന്റെ നേട്ടം വേണ്ട തരത്തിൽ ലഭിക്കാത്ത, പ്രാതിനിധ്യം ലഭിക്കാത്ത അതിപിന്നോക്ക വിഭാഗങ്ങൾ നിലവിലുണ്ട് എന്നും ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പട്ടികജാതി ലിസ്റ്റിനെ അത് ഭേദഗതി ചെയ്തുകൊണ്ട് അതിൽ ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസിഫിക്കേഷൻ അഥവാ ഉപസംവരണം അത് നിശ്ചയിക്കാനും നടപ്പിലാക്കാനും സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇവിടെയാണ് ഈ സുപ്രീം കോടതി വിധി ഭരണഘടനയെ നിഷേധിക്കുന്നത്. ഈ വിധി കൃത്യമായും പാർലമെന്റിന്റെ അധികാരത്തെ കവർന്നെടുക്കുന്നു. അതേപോലെ ഈ വിഷയത്തിലുള്ള ഇന്ത്യൻ പ്രസിഡന്റ് അധികാരത്തെ കവർന്നെടുക്കുന്നു. അങ്ങനെ കവർന്നെടുത്തുകൊണ്ടാണ്, അഥവാ അത്തരം അധികാരങ്ങളെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഏകപക്ഷീയമായി സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായും ഭരണഘടനാ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി അംബേദ്കറുടെ ഭരണഘടന വയലേറ്റ് ചെയ്യും. അംബേദ്കർ ഇതിനെ എങ്ങനെ കണ്ടിരുന്നു? ഇന്ത്യയിൽ ഈ സംവരണം എന്ന വ്യവസ്ഥ ഭരണഘടനയിൽ ഇടം പിടിക്കുന്നത് നമുക്കറിയാം
ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കറുടെ പോരാട്ടങ്ങളുടെയും ഇടപെടലുകളുടെയും ഫലമായിട്ടാണ്. 1919 നമുക്കറിയാം സൗത്ത് ബറോ കമ്മിറ്റി മുമ്പാകെ ഹാജരായിക്കൊണ്ട് ഡോക്ടർ അംബേദ്കർ നടത്തിയ ഇടപെടലുകൾ മുതൽ തുടർച്ചയായി കൊളോണിയൽ ഇന്ത്യയിൽ ഡോക്ടർ BR അംബേദ്കർ നടത്തിയ വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾ, സൈമൺ കമ്മീഷൻ 1927 സൈമൺ കമ്മീഷന് മുമ്പിൽ അദ്ദേഹം മെമ്മോറണ്ടം സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ അയിത്തജാതിക്കാരുടെ അന്നത്തെ ഭാഷയിൽ ഡിപ്രസ്ഡ് ക്ലാസ് കമ്മ്യൂണിറ്റികൾ എന്ന നിലയിൽ ഡിപ്രസ്ഡ് ക്ലാസ് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം 1930-ലും 1931-ലും ഒക്കെയായി നടന്ന 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ, റൗണ്ട് ടേബിൾ കോൺഫറൻസുകളിൽ ഇന്ത്യയിലെ ദലിതരുടെ പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഡോക്ടർ അംബേദ്കർ ഉയർത്തുന്നുണ്ട്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ഈ പട്ടികജാതി വിഭാഗങ്ങൾ അഥവാ അയിത്തജാതിക്കാർ, ഡിപ്രസ്ഡ് ക്ലാസ് കമ്മ്യൂണിറ്റീസ്, അവർ ഹിന്ദു മതത്തിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്ന് വിഭിന്നമായ ഒരു സാംസ്കാരിക സ്വത്വമുള്ള ഒരു ജനതയാണ് അഥവാ അഹിന്ദുക്കളാണ് എന്ന കാര്യവും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അധികാര പങ്കാളിത്തം തീരുമാനിക്കുമ്പോൾ വേറിട്ട രാഷ്ട്രീയ അധികാരം അവർക്ക് നൽകണം എന്നുമാണ്. ഹിന്ദുക്കളിൽ നിന്ന് വിഭിന്നമായ വേറിട്ട രാഷ്ട്രീയ അധികാര പങ്കാളിത്തം ഇന്ത്യയിലെ ദലിതർക്ക് നൽകണം എന്ന നിലയ്ക്കാണ് അദ്ദേഹം സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ സെപ്പറേറ്റ് ഇലക്ടോറേറ്റിലൂടെ ഇന്ത്യയിലെ ദലിതരുടെ പ്രതിനിധികളായി പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ പോകേണ്ട വ്യക്തികളെ തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ദലിതർക്ക് മാത്രം നൽകുന്ന ഒരു സമ്പ്രദായമാണത്. അതേസമയം ഇന്ത്യയിലെ മറ്റ് ദലിതേതര സമൂഹങ്ങൾക്ക്, സവർണർ ഉൾപ്പെടെയുള്ളവർക്ക്, അവർ മത്സരിക്കുമ്പോൾ ദലിതരുടെ വോട്ട് അവർക്ക് ആവശ്യമാണ് എന്നും, എന്നാൽ ദലിതർ തെരഞ്ഞെടുക്കപ്പെടാൻ ഈ സവർണ വിഭാഗങ്ങളുടെ വോട്ടുകൾ ആവശ്യമില്ല എന്നും വ്യവസ്ഥ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമായിരുന്നു യഥാർത്ഥത്തിൽ അംബേദ്കർ ആവശ്യപ്പെട്ട സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്. ആ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ് യാഥാർത്ഥ്യമായിരുന്നു എങ്കിൽ ഇന്ത്യയിലെ ദലിത് സമൂഹങ്ങൾ എന്നേ ഈ രാജ്യത്ത് രാഷ്ട്രീയമായും സാമൂഹ്യമായും സാമ്പത്തികമായും അവർ പൂർണ്ണമായ മോചനം നേടുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെയാണ് അന്നത്തെ ദേശീയ നേതൃത്വം അട്ടിമറിക്കുകയും പൂന കരാറിലേക്ക് അവർ എത്തുകയും പൂന ഉടമ്പടിയിലൂടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും ഡോക്ടർ അംബേദ്കറും 1932 സെപ്റ്റംബർ മാസം 24 ഒപ്പുവെച്ച പുന കരാർ. ആ പുന കരാറിലേക്ക് എത്തുന്ന, ആ പുന ഉടമ്പടിയിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 1932 ഓഗസ്റ്റ് 17 അംബേദ്കറുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ചതാണ്. ആ കമ്മ്യൂണൽ അവാർഡിലൂടെ ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ടതുപോലെ ഇന്ത്യയിലെ ദലിതർക്ക് വേറിട്ട രാഷ്ട്രീയ അധികാരം അഥവാ സ്വതന്ത്രമായ രാഷ്ട്രീയ അധികാരം അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷെ പൂന കരാറിലൂടെ അത് നഷ്ടപ്പെടുകയും പൂന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ദലിതർക്ക് ഭരണഘടനയിൽ വിദ്യാഭ്യാസത്തിനും അതേപോലെ ഉദ്യോഗത്തിനും രാഷ്ട്രീയമായ പ്രാതിനിധ്യത്തിനും കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കാം എന്ന് ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ആ ഭരണഘടനയിൽ അയിത്തം നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ 17 ഇടം പിടിക്കുന്നത്. അതിനെ തുടർന്ന് ആ ഭരണഘടന 15(4) വിദ്യാഭ്യാസത്തിനുള്ള സംവരണവും, 16(4) ഉദ്യോഗ സംവരണവും, 46 അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്കും അതേപോലെ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ ആവശ്യമായ പരീക്ഷാ വ്യവസ്ഥകളും, ആർട്ടിക്കിൾ 330, 332 തുടങ്ങിയ വകുപ്പുകളിലൂടെ അവർക്ക് ഈ രാജ്യത്തെ ലെജിസ്ലേറ്റീവ് സംവിധാനങ്ങളിൽ പ്രാതിനിധ്യം കിട്ടാനും ഒക്കെയുള്ള ഈ സംവരണത്തിന്റെ വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകൾ ഇടം പിടിക്കും. അപ്പൊ അങ്ങനെ ഭരണഘടനാപരമായി വന്ന ഒരു കാര്യമാണ് സംവരണം എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ വെറുതെ ഇടം പിടിച്ചതല്ല. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ 1946 മുതൽ 49 വരെ നടന്ന ഭരണഘടനാ അസംബ്ലിയിലെ വ്യത്യസ്തങ്ങളായ അംബേദ്കർ ഇടപെടലുകൾ നമുക്ക് കാണാം. ഈ പ്രത്യേകിച്ച് സംവരണത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഈ വകുപ്പുകൾ 341, 342 പട്ടികജാതിപ്പെട്ടവർക്ക് ലിസ്റ്റിനെ സംബന്ധിച്ച ഭരണഘടനയുടെ ഈ വ്യവസ്ഥകൾ അഥവാ ഭരണഘടനയുടെ ആർട്ടിക്കിൾസ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ വലിയ നിലക്കുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ അസംബ്ലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനാ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. എന്തായിരുന്നു
ഡോക്ടർ അംബേദ്കറുടെ നിലപാട് അന്നും ഈ വിഷയത്തിന്മേൽ പട്ടികജാതിപ്പെട്ടവർഗ ലിസ്റ്റിൽ കൈകടത്താനും തീരുമാനമെടുക്കാനും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം കൊടുത്തുകൂടെ എന്ന വിഷയം ഭരണഘടനാ അസംബ്ലിയുടെ മുമ്പാകെ ഉയർന്നു വരികയുണ്ടായി. ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ ലിസ്റ്റിന്മേൽ തീരുമാനമെടുക്കേണ്ടത് പ്രാദേശികമായിട്ടാണ്, പ്രാദേശിക ഗവൺമെന്റുകളാണ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളാണ് എന്ന നിർദ്ദേശങ്ങൾ വന്നപ്പോൾ ഡോക്ടർ അംബേദ്കറെ പോലെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും ഇന്ത്യയിലെ ദളിത് ജനകോടികളുടെ വിമോചകനും വലിയ തരത്തിൽ ഈ രാജ്യത്തെ അവർണ ജനവിഭാഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി പോരാടിയ മഹാനായ ബാബാ സാഹേബ് ബി.ആർ. അംബേദ്കർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അദ്ദേഹം പ്രത്യേകിച്ചും ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 1949 സെപ്റ്റംബർ മാസം 17 ഭരണഘടനാ അസംബ്ലിയിൽ ഈ വിഷയത്തിന്മേൽ ഡിബേറ്റ് നടക്കുമ്പോൾ അംബേദ്കർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അത് സംവരണം പോലുള്ള ഒരു വിഷയത്തിൽ, പട്ടികജാതി ലിസ്റ്റ് പോലുള്ള ഒരു വിഷയത്തിൽ ഇത് തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു കാരണവശാലും അധികാരം കൊടുക്കാൻ പാടില്ല. കാരണം പ്രാദേശിക തലങ്ങളിലേക്ക് വരുമ്പോൾ, പ്രവിശ്യകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ കാര്യങ്ങൾ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിന്റെ മേൽ സ്വാധീനിക്കുക ജാതി താല്പര്യങ്ങളായിരിക്കും. അതേപോലെ സ്ഥാപിതമായ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കും. അത്തരം രാഷ്ട്രീയ താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ, പ്രാദേശികമായ വികാരങ്ങൾ തീരുമാന പ്രക്രിയകളെ സ്വാധീനിക്കുക എന്ന് വന്നാൽ അത് സംവരണം ലക്ഷ്യം വെക്കുന്ന അധികാര പങ്കാളിത്തത്തിന്റെയും വിഭവ പങ്കാളിത്തത്തിന്റെയും സാമൂഹ്യമായ വിമോചനത്തിന്റെയും ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കും എന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഗൗരവമുള്ള ഒരു പൊളിറ്റിക്കൽ ബോഡി എന്ന നിലയിൽ പാർലമെന്റ് മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാവൂ എന്ന് അസന്നിഗ്ധമായി ഭരണഘടനാ അസംബ്ലിയിൽ ബാബാ സാഹേബ് അംബേദ്കർ അദ്ദേഹത്തിന്റെ നയവും നിലപാടും വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ എങ്ങനെയാണ് സുപ്രീം കോടതിയിലെ ഈ ജഡ്ജിമാർക്ക് ഈ വിഷയത്തിന്മേൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ കഴിയുന്നത്? സ്വാഭാവികമായും സംവരണം എങ്ങനെയാണ് ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നത് എന്നതിനെ സംബന്ധിച്ച കൊളോണിയൽ ഇന്ത്യയിൽ നടന്ന ചരിത്രപരമായ സംഭവവികാസങ്ങളെ പഠനവിധേയമാക്കേണ്ടതായിരുന്നു. മറ്റൊന്ന്, അതിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യങ്ങളെയും ഭരണഘടനാപരമായ അന്തസ്സത്തെയും അവർ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. എന്നാൽ അത്തരം ഘടകങ്ങളെ ഒന്നും പരിശോധിക്കാനോ യാതൊരു സാമൂഹ്യശാസ്ത്രപരമോ ഭരണഘടനാപരമോ ആയ അടിസ്ഥാനമില്ലാതെയാണ് ഈ ഏഴംഗ സുപ്രീം കോടതി ബെഞ്ച് ഈ വിഷയത്തിന്മേൽ ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അത് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് ഈ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ദളിത് നേതൃത്വങ്ങൾ, ഇന്ത്യയിലെ ദളിത് ബുദ്ധിജീവികൾ, അംബേദ്കറൈറ്റുകൾ ഏകസ്വരത്തിൽ പറയുന്നത് ഈ വിധി ഭരണഘടനയെ ലംഘിക്കുന്നു, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്. മറ്റൊന്ന്, ഈ ക്ലാസിഫിക്കേഷന്റെ കാര്യം തന്നെ നമ്മൾ മറ്റൊരിടത്തിൽ പരിശോധിക്കുക. ഈ അതിപിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് പറയുന്നതിന്റെ മറുവശം എന്താണ്? സംവരണം 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുതൽ നിലവിലിരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഭരണഘടനാ സംവരണം. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ സംവരണത്തിന് 74 വർഷം ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. ഈ 74 വർഷമായി സംവരണത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയും ഈ രാജ്യത്തെ ഭരണകൂടവും ദളിതർക്ക് നൽകിയ ഈ വാഗ്ദാനങ്ങൾ, പ്രാതിനിധ്യത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും അതേപോലെ സാമൂഹ്യനീതിയുടെയും ഭരണഘടനാപരമായ വാഗ്ദാനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്, അത് നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ച വഞ്ചനാപരമായ നിലപാടിന്റെ ഫലമല്ലേ ഇന്നും സംവരണത്തിന് ഗുണം കിട്ടാത്തൊരു വിഭാഗം നിലവിലുണ്ട് അല്ലെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ വ്യക്തമാകുന്നത്? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അങ്ങേയറ്റം താഴെ നിന്ന സമൂഹങ്ങൾ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾ 77 വർഷം കഴിഞ്ഞ് ഇപ്പോഴും പിന്നോക്കമാണ് എന്ന് വന്നാൽ, ഇപ്പോഴും അവർ പുറകിലാണ് എന്ന് വന്നാൽ അതിന്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ആ പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളോ അവരുടെ സഹോദര സമൂഹമായ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളോ ആണോ? അതിന് ഉത്തരവാദികൾ ഭരണകൂടമല്ലേ? അതിന് ഉത്തരവാദികൾ സർക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തെ പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ്. ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോൾ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ വിഷയത്തെ നിർണയിക്കാൻ, അങ്ങനെ ഏതെങ്കിലും പിന്നോക്ക വിഭാഗങ്ങൾ ഉണ്ട് എന്ന് സൂപ്പർഫിഷ്യലായി പറയുകയല്ലോ കോടതി ചെയ്യേണ്ടത്.
സുപ്രീം കോടതി പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്ന നിലയിൽ ഒരു നിലപാട് പറയുമ്പോൾ അതിനാധാരമായ വസ്തുതകളെ മുന്നിൽ വെച്ചുകൊണ്ട് വേണമായിരുന്നു അവർ അഭിപ്രായം പറയാൻ. എന്ത് വസ്തുതകളാണ്, എന്ത് സ്ഥിതി വിവര കണക്കുകളാണ്, ഏത് തരത്തിലുള്ള പഠനങ്ങളാണ്, ഗവേഷണങ്ങളാണ് സുപ്രീം കോടതി ആശ്രയിച്ചത്? യാതൊരു വിധമായ ഡാറ്റകളുമില്ല, ഒരു പഠനങ്ങളുമില്ല. അങ്ങനെ ഒന്നും കൊട്ട് ചെയ്യാതെയാണ് സൂപ്പർഫിഷ്യലായി മുൻവിധിയോടുകൂടി കാലാകാലങ്ങളായി ഇന്ത്യയിലെ സംവരണ വിരുദ്ധ ഉന്നയിച്ചിരിക്കുന്ന അശാസ്ത്രീയമായ സംവരണ വിരുദ്ധ വാദങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വലിയ നിലയിലുള്ള മുൻവിധിയോടെയാണ് ഈ ജഡ്ജ്മെന്റ് പറയുന്നത്. അങ്ങനെ പിന്നോക്കമായി നിൽക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നിർണ്ണയിക്കണ്ടേ? അവരെ നിർണ്ണയിക്കണമെങ്കിൽ അതിന് വ്യക്തമായ പഠനങ്ങൾ നടക്കണം. ഇപ്പൊ കാസ്റ്റ് സെൻസസ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാസ്റ്റ് സെൻസസ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങൾ, ഇന്ത്യയിലെ ദലിതുകൾ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗ പ്രസ്ഥാനങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദളിത് ബഹുജൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് ഇന്ത്യയിൽ കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണമെന്ന്. കാരണം സെൻസസ് നടപ്പിലാക്കുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഈ അധികാരത്തിലും വിഭവത്തിലും ഓരോ സമൂഹങ്ങളും നേടിയിരിക്കുന്ന പ്രാതിനിധ്യം സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ വരികയുള്ളൂ. അപ്പോൾ മാത്രമേ ആർക്കാണ് ഈ സ്വാതന്ത്ര്യം കിട്ടി 77 കൊല്ലമാകുമ്പോൾ ആരുടെ കയ്യിലാണ് ഈ രാജ്യത്തെ ലാൻഡ്, ഭൂമിയുടെ ഉടമസ്ഥത ഏതൊക്കെ വിഭാഗങ്ങളുടെ കയ്യിലാണ്, ആർക്കാണ് ഇപ്പോഴും ഭൂമി ഇവിടെ ലഭിക്കാത്തത്, ഏതൊക്കെ സമൂഹങ്ങൾക്കാണ് കൂടുതൽ ഉദ്യോഗങ്ങൾ, അത് ഉയർന്ന തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് പോലുള്ള ഹയർ പോസ്റ്റുകളിൽ ഏതൊക്കെ ജാതികൾക്കാണ് കൂടുതൽ പങ്കാളിത്തം ലഭിച്ചത്, ഏതൊക്കെ സമൂഹങ്ങളാണ് പുറന്തള്ളപ്പെട്ടു പോയത്, ഇന്ത്യയുടെ വ്യവസായം, ഇന്ത്യയുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, മൂലധനത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, ഇതൊക്കെ ആരുടെ കയ്യിലാണ്? ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, ഏത് ജാതി വിഭാഗങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ ഉണ്ടാകുന്നത്? ഏതൊക്കെ ജാതി വിഭാഗങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയിൽ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ഉണ്ടാകുന്നത്? ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ദലിതർ എവിടെ നിൽക്കുന്നു, ആദിവാസികൾ എവിടെ നിൽക്കുന്നു? ഇതൊക്കെ നിർണ്ണയിക്കണ്ടേ? അത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുമ്പോൾ മാത്രമേ അത് പരിഹരിക്കാൻ ആവശ്യമായ വികസനപരമായ പോളിസികൾക്ക്, നയങ്ങൾക്ക് സ്വാഭാവികമായി രൂപം കൊടുക്കാൻ കഴിയുള്ളൂ. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പോലെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന രാഷ്ട്രങ്ങളെല്ലാം ആദ്യം ചെയ്തത് ആ രാജ്യത്തെ ജനങ്ങളുടെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷനെ സംബന്ധിച്ച വ്യക്തമായ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നയനിലപാടുകൾ സ്വീകരിക്കുകയുമാണ്. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടി 77 കൊല്ലമായിട്ടും ഇന്ത്യയിലെ വ്യത്യസ്തമായ ജാതി സമൂഹങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നും അവർ എങ്ങനെയാണ് ഈ രാജ്യത്തെ വിഭവങ്ങളെ പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച സത്യസന്ധമായ ഒരു പുനഃപരിശോധനയ്ക്കും പഠനത്തിനും വിധേയമാക്കാതെ എന്ത് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? വിവരങ്ങൾ ഇല്ലാതെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായ പരിശോധനകളില്ലാതെ ചികിത്സ എന്നതാണ്. സ്വാഭാവികമായി ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ, അതുകൊണ്ട് സെൻസസ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അനിവാര്യമാണ്. ആ സെൻസസ് നടപ്പിലാക്കുന്നതിൽ എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടം വിമുഖത കാണിക്കുന്നു? നമുക്കറിയാം, ബീഹാറിൽ സെൻസസ് നടപ്പിലാക്കി, കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയപ്പോഴാണ് ജനസംഖ്യയുടെ 65% വരുന്ന പിന്നോക്ക സമൂഹങ്ങൾ പക്ഷെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. വളരെ നാമമാത്രമായ പ്രാതിനിധ്യമാണ് മഹാഭൂരിപക്ഷം എന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അധികാരത്തിന്റെ വിഭവങ്ങളിൽ വളരെ ന്യൂനപക്ഷം വരുന്ന വരേണ്യ സവർണ വിഭാഗങ്ങൾ അധികാരത്തിന്റെയും വിഭവങ്ങളുടെയും സമസ്ത മണ്ഡലങ്ങളും അവർ അനർഹമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുതകൾ പുറത്തു വന്നു. ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിൽ സെൻസസ് നടപ്പിലാക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമല്ലോ. അപ്പോൾ ഈ സംവരണത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അപര്യാപ്തതകളോ സംവരണത്തിന്റെ ഈ പറയുന്ന അവസരങ്ങളെ വിതരണം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസന്തുലിതാവസ്ഥയോ ഉണ്ടോ എന്ന് നിർണ്ണയിക്കണമായിരുന്നുവെങ്കിൽ ആ നിലയ്ക്ക് കാസ്റ്റ് സെൻസസ് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ഇന്ത്യൻ ഭരണകൂടത്തോടും സംസ്ഥാന ഗവൺമെന്റുകളോടും ആവശ്യപ്പെടുകയായിരുന്നു സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമത്, സംവരണം 74 വർഷമായല്ലോ ഭരണഘടന നിലവിൽ വന്നിട്ട്. ഈ സംവരണം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിന് രൂപം കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല? സംവരണം എങ്ങനെ നടപ്പിലാക്കണം, എവിടൊക്കെ നടപ്പിലാക്കണം, ആർക്കൊക്കെ കൊടുക്കണം, എത്രത്തോളം കൊടുക്കണം, ഇത് ഭരണഘടന നിർദ്ദേശിച്ച ഏറ്റവും സുപ്രധാനമായ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഭാഗമായി ഇടം പിടിച്ച ഭരണങ്ങളുടെ ബേസിക് സ്ട്രക്ചറായി നമുക്ക് കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെയായിരുന്നുവെങ്കിൽ അത് നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു മെക്കാനിസം, ഒരു ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം വേണമായിരുന്നു.
നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സെക്ടറില്, അതേപോലെ പബ്ലിക് സെക്ടറില്, നേരിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കീഴില്, മറ്റ് മണ്ഡലങ്ങളിലൊക്കെയും ഈ സംവരണതത്വം പാലിക്കാൻ വേണ്ടിയുള്ള എത്രയൊക്കെ പോസ്റ്റുകൾ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യത്തിന്മേൽ യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ തീരുമാനങ്ങളും ഇല്ലാതെയാണ് സംവരണം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ സംവരണീയ സമൂഹങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് പ്രാതിനിധ്യം കിട്ടാതെ അവർ ഇതിന് പുറത്തു നിൽക്കേണ്ടി വന്നത് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്.